അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല മോനെ, അടുത്ത മാസം 10-ാം തീയതിയാണ് കേസ്. വേർപിരിയാൻ സമ്മതം എന്നൊരു വാചകം അതേ വേണ്ടൂ. സുമിത്ര സമ്മതമാണെന്ന് അറിയിക്കുകയും പ്രസാദ് എതിർക്കാതിരിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായി കലാശിക്കും. മറിച്ച് പ്രസാദ് ഡിസഗ്രി ചെയ്താൽ... എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പ്രസാദേട്ടൻ കോടതിയിൽ വരുമെന്നും അനുകൂലമായി ഒപ്പുവയ്ക്കുമെന്നും ബാലമാമ ഉറപ്പ് വന്നിട്ടില്ലേ? ബാലരാമൻ ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെന്താ? എന്നാലും ഈ ബന്ധം ഒന്ന് വേർപെടുത്തി കിട്ടും വരെ ഒരു സമാധാനവും ഇല്ല മോനെ. അത് നടന്ന് അവളെ ദിലീപിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശ്വാസം നിലച്ചാലും പ്രശ്നമില്ല. കോടതി ഡൈവേഴ്സ് അനുവദിക്കും വരെ പ്രസാദിനെ എനിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. സ്വാർത്ഥതയാവാം, പക്ഷേ ഈ സ്വാർത്ഥതയ്ക്ക് പിന്നിൽ എന്റെ സുമിത്രമോളുടെ കണ്ണീരുണ്ട്, ഭാഗ്യലക്ഷ്മിയുടെ കണ്ണീരുണ്ട്. പ്രസാദേട്ടൻ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അയാൾക്ക് ഒരുപാട് മാറ്റം വന്നല്ലേ എല്ലാവരും പറയുന്നത്. ആ പക്വത അയാൾ കാണിക്കാതിരിക്കുമോ? അങ്ങനെ ആഗ്രഹിക്കാം, പക്ഷേ മനസ്സ് പിന്നെയും പേടിക്കുക മോനെ. പ്രസാദ് ഇതിനിടയിൽ ഒരു ദിവസം ദിലീപിനെ പോയി കണ്ടിരുന്നു. അതെന്തിന്? എന്തെങ്കിലും അപേക്ഷിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആയിരുന്നില്ല ആ സന്ദർശനമെന്ന് ദിലീപ് എന്നോട് പറഞ്ഞു. നല്ല കുടുംബജീവിതം നേർന്നിട്ടാണ് പോയതത്രേ. ഇയാളെന്തിനാ ഇങ്ങനെ എല്ലായിടം കയറി ഇറങ്ങുന്നത്? ശുദ്ധനാ ദിലീപേട്ടൻ. ആ ദിലീപേട്ടന്റെ മുമ്പിൽ സഹതാപം കിട്ടാൻ വേണ്ടി ഇയാളൊന്ന് അഭിനയിച്ചാൽ മതി ദിലീപേട്ടന്റെ മനസ്സ് മാറാൻ. ഇനി ഒരിക്കൽ കൂടി ആ യാത്ര ഉണ്ടാവാൻ അനുവദിക്കരുതച്ച. ദിലീപേട്ടൻ പിന്മാറിയാൽ തകരുന്നത് സുമിത്രേച്ചിയുടെ ഭാവിയായിരിക്കും. അയാളുടെ അഭിനയത്തിന് മുമ്പിൽ വീഴരുതെന്ന് ദിലീപേട്ടനൊന്ന് അറിയിക്കണമല്ലോ. ദേവൻ സാറെ കൊണ്ട് പറയിപ്പിച്ചാലോ? ദിലീപിനെ അറിയിക്കുക മാത്രമല്ല, പ്രസാദിനോട് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയും വേണം. അതിന് ദേവനേക്കാൾ നല്ലത് പ്രേമാണെന്ന് തോന്നുന്നു. ശരിയാണ്, ദേവൻ സാറല്ല പ്രേമേട്ടനാണ് പറ്റിയ. അച്ഛൻ ഇന്ന് തന്നെ പ്രേമേട്ടനെ പോയി കാണണം. കാണാം, കണ്ടേ പറ്റൂ. എന്നാ ഭാസ്കരപിള്ളയെ കൂടെ കാണണമെന്നുണ്ടായിരുന്നു. എന്റെ വിവാഹശേഷം കമ്പ്യൂട്ടർ സെന്ററിന്റെ ചാർജ് അച്ഛനാ. അമ്മയുമായി ഇവിടെ ഇരുന്ന് വഴക്കിടുന്നതിലും നല്ലതല്ലേ അവിടെ പോയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴും വഴക്കടിച്ചോണ്ടിരിക്കല്ലേ. സുമിത്രയുടെ കല്യാണക്കാര്യം എവിടെ വരെ ആയി സാർ? അതിനു മുമ്പ് ഒരു പ്രധാന സംഗതി നടക്കണമല്ലോ, ഡൈവേഴ്സ്. എന്നാലല്ലേ വിവാഹ തീയതി നിശ്ചയിക്കാൻ ഒക്കൂ. അടുത്ത 10-ാം തീയതി കഴിഞ്ഞാലേ എല്ലാത്തിനും പരിഹാരമാവൂ. ഏതായാലും സുമിത്രയ്ക്ക് ഭാഗ്യമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ദിലീപിനെ പോലൊരു തങ്കപ്പെട്ട ചെക്കനെ തന്നെ ഒത്തു കിട്ടിയല്ലോ. ഭാഗ്യമല്ല, മഹാഭാഗ്യമാണെന്നാ ഞാൻ പറയുന്നേ. ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു ത്യാഗമാണോ ആ കൊച്ചൻ ചെയ്യുന്നത്? അതെ. ആട്ടെ, സ്ത്രീധനം വല്ലതും ചോദിച്ചിട്ടുണ്ടോ? സ്ത്രീധനം ദിലീപ് അക്കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. ഒരിക്കലും സംസാരിക്കുകയില്ല. അത്ര ചീപ്പല്ല ദിലീപ്. അതുകൊള്ളാം. സ്ത്രീധനം ചോദിക്കുന്നത് ചീപ്പാണോ? ദിലീപ് സ്ത്രീധനം ചോദിക്കുകയോ സാറ് കൊടുക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അതിന് അമ്മയ്ക്ക് എന്താ എത്ര താല്പര്യം? അമ്മയുടെ മോന്റെ വിവാഹം കഴിഞ്ഞില്ലേ? ഓ, കഴിഞ്ഞു കഴിഞ്ഞു. ഈ വിവാഹത്തോടെ സുമിത്രേച്ചിയുടെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാവും. സുമിത്രേച്ചിയോട് അത്രയ്ക്ക് സ്നേഹവും ആരാധനയുണ്ട് ദിലീപേട്ടന്. പക്ഷേ പെണ്ണുങ്ങളോട് ആണുങ്ങൾക്ക് ആരാധന ഉണ്ടാവുന്നത് മാനക്കേടാ അല്ലേ സാറേ? അങ്ങനെയായ പെണ്ണുങ്ങൾ അവന്മാരുടെ തലേ കയറിയിരുന്ന് നിരങ്ങും. എന്താ സാറേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല,
പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ പലതരക്കാരല്ലേ ദാക്ഷായണിയമ്മേ? എല്ലാവരും ഒരുപോലെ പെരുമാറണമെന്നില്ല. കറക്റ്റ് ആൻസർ. ശരി, എന്നാ പിന്നെ സംസാരിച്ച് സമയം കളയുന്നില്ല. 2:30 ഒരു ട്രെയിനുണ്ട്. വരട്ടെ മോളെ. ദാക്ഷായണിയമ്മേ, ഭാസ്കരവിള വരുമ്പം പറഞ്ഞേക്ക്. പറയാം. പ്രേം, ഒരു മിനിറ്റ്. പ്രേം, ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം പ്രേമിനോട് സംസാരിക്കാനായിരുന്നു. എന്താ സാർ? അല്ല, അത്ര സീരിയസ് മാറ്റർ ഒന്നും അല്ല, എന്നാൽ തള്ളിക്കളയാവുന്നതുമല്ല. സാറ് പറയൂ. എല്ലാം പ്രേമിനറിയാവുന്നത് തന്നെ. കോടതി ഡൈവേഴ്സ് അനുവദിച്ചാൽ ഏറ്റവും അടുത്ത ഒരു മുഹൂർത്തം കണ്ട് സുമിത്രയുടെയും ദിലീപിൻ്റെയും വിവാഹം നടത്തണം. അതാണ് എൻ്റെ തീരുമാനം. അതിന് ഒരു തടസ്സമില്ലല്ലോ സാർ. തൽക്കാലമില്ല, പക്ഷേ ഉണ്ടായാലോ? കുറച്ച് വർഷങ്ങളായി ദിലീപിനെ എനിക്കറിയാം. പെർഫെക്റ്റാണ് അയാളുടെ ക്യാരക്ടർ. മനസ്സുകൊണ്ട് ഞാൻ അയാളെ എൻ്റെ മരുമകനായി സ്വീകരിച്ചും കഴിഞ്ഞു. പക്ഷേ നല്ല സ്വപ്നങ്ങൾ കാണുകയും അവയൊക്കെ പിന്നെ ദുസ്വപ്നങ്ങളായി മാറുകയും ചെയ്ത അനുഭവമുണ്ട് എനിക്ക്. എൻ്റെ കുട്ടിയുടെ ജീവിതം അങ്ങനെ മാറിയൊരു ദുസ്വപ്നമാണ്. ദിലീപിൻ്റെ കൈകളിൽ അവളെ ഏൽപ്പിച്ചാൽ എനിക്ക് പിന്നെ ഉത്കണ്ഠകളില്ല. ദിലീപ് ഒരിക്കലും പ്രസാദ് ആവില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ പ്രസാദ് ദിലീപിനെ തെറ്റിദ്ധരിപ്പിച്ചാലോ? പ്രസാദ് തെറ്റിദ്ധരിപ്പിച്ചോ? സാർ എന്താ പറയുന്നത്? ഒരു സാധ്യത. പ്രസാദ് കഴിഞ്ഞൊരു ദിവസം ദിലീപിനെ ചെന്ന് കണ്ടു, സംസാരിച്ചു. എന്തൊക്കെയാവും സംസാരിച്ചിരിക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ എന്തൊക്കെയോ ആശങ്കകൾ. എൻ്റെ കുട്ടിയുടെ ഭാവി, അവളുടെ മനസ്സുഖം, സമാധാനം എല്ലാം ഇനി ദിലീപിൻ്റെ കയ്യിലാ. പക്ഷേ പ്രസാദ് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ, ദിലീപിൻ്റെ മനസ്സിലൊരു കരട് വീണാൽ എന്താവും സുമിത്രയുടെ ജീവിതം? എനിക്ക് പേടിയുണ്ട് പ്രേം. എനിക്ക് മനസ്സിലായി സാർ. പക്ഷേ സാറിന് ഒരു തരത്തിലുള്ള ആങ്സൈറ്റിയും വേണ്ട. ഞാൻ പ്രസാദിനെ കണ്ട് സംസാരിക്കാം. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പ്രസാദിനോട് പറയാം. അതെ, ഇത് തന്നെയാണ് ഞാൻ പ്രേമിനോട് ആവശ്യപ്പെടാൻ തുടങ്ങിയതും. പ്രേം അയാളെ പോയി ഒന്ന് കാണണം, ഇക്കാര്യം സംസാരിക്കണം. സാറ് മനസമാധാനത്തോടെ പൊക്കോളൂ. ഞാൻ പ്രസാദിനോട് സംസാരിച്ചോളാം. എന്നാ ശരി, വരട്ടെ. ഇത്രയും ആമുഖത്തിനൊന്നും ആവശ്യമില്ലല്ലോ പ്രേം. പ്രേമിന് എന്നോട് തുറന്ന് സംസാരിക്കാമല്ലോ. പറയാനുള്ളത് വളരെ വ്യക്തിപരമായൊരു കാര്യമാണ്. ചിലപ്പോൾ പ്രസാദിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഇത് പറയേണ്ട ധാർമ്മികമായൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം ആ കുടുംബവുമായി എനിക്ക് അത്ര ബന്ധമുണ്ട്. പ്രേം പറയൂ, എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. ശങ്കർജി സാറ് കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് കണ്ടിരുന്നു. അദ്ദേഹം വളരെ അപ്സെറ്റാണ്. കാരണം പ്രസാദ. ഞാനോ? ഞാനെന്ത് ചെയ്തു? പഴയ കഥകളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അടുത്ത മാസം 10-ാം തീയതിയോടുകൂടി അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയാണല്ലോ കോടതിയിൽ. മക്കളെ ഒരുപാട് സ്നേഹിച്ച ആളാണ് ശങ്കർജി സാർ. അവരുടെ സുഖവും നന്മയും മാത്രം ആഗ്രഹിച്ച ആൾ. സുമിത്രയിലാവട്ടെ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. സുമിത്ര വലിയ റൈറ്ററാവും, സുമിത്രയ്ക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും, അങ്ങനെ കുറേ സ്വപ്നങ്ങൾ. അതിൻ്റെയൊക്കെ വിധി എന്തായെന്ന് പ്രസാദിനറിയാലോ. ഇന്നും സുമിത്രയ്ക്കൊരു ജീവിതമില്ല. ആ വേദനയിൽ ഓരോ നിമിഷവും ദഹിക്കുകയാണ് ശങ്കർജി സാർ. അപ്പോഴാണ്
ദൈവാനുഗ്രഹം പോലെ ദിലീപ് മുന്നോട്ട് വന്നതും സുമിത്രയെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം അറിയിച്ചു. എല്ലാം എനിക്ക് അറിയാവുന്നതാണല്ലോ പ്രേം. ഞാൻ ദിലീപിനെ ചെന്ന് കാണുകയും ചെയ്തതാണ്. അതേക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രസാദിൻ്റെ ആ കാഴ്ച, ആ സന്ദർശനം ശങ്കർജി സാറിന് വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിന്? ഞാൻ ദിലീപിനെ അഭിനന്ദിക്കാൻ മാത്രമാണ് പോയത്. എൻ്റെ മനസാക്ഷി അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അനുസരിച്ചു. അതിലെന്താ പ്രേം തെറ്റ്? ശരിയായിരിക്കാം. പക്ഷേ ഒരിക്കലൊരു ജീവിതം നഷ്ടപ്പെട്ടവളാണ് സുമിത്ര. ആ തകർച്ചയിൽ നിന്നൊരു മോക്ഷത്തിന് വഴി തെളിയുമ്പോൾ ആ വഴിയിൽ പ്രസാദ് കയറി നിന്നാൽ എന്താവും ശങ്കർജി സാറിൻ്റെ ധാരണ? അതുകൊണ്ട് അത്തരം സന്ദർശനങ്ങൾ പ്രസാദ് ഇനിയെങ്കിലും ഒഴിവാക്കണം. ദിലീപിന് ഇനി ഒരിക്കലും കാണാൻ ശ്രമിക്കരുത്. മനസ്സിലായി. ഞാൻ ദിലീപിനെ കണ്ടാൽ, സംസാരിച്ചാൽ ഈ വിവാഹം നടക്കാതെ പോയാലോ എന്നൊരാശങ്ക അല്ലേ? എൻ്റെ വാക്കുകളിലെ വിഷം ദിലീപിനെ തെറ്റിദ്ധരിപ്പിച്ചാലോ, പിന്തിരിയാൻ പ്രേരിപ്പിച്ചാലോ? ഞാൻ ശങ്കർ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല. 1% പോലും എനിക്ക് അനുകൂലമായി ചിന്തിക്കാൻ അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തെറ്റെൻ്റെ ഭാഗത്താണ്. പക്ഷേ പ്രേം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, ദിലീപ് സുമിത്ര വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ പിഴ ദിലീപ് തിരുത്തുമ്പോൾ ഞാൻ ദുഃഖിക്കരുത്, നിരാശപ്പെടരുത്. എനിക്കത് ബോധ്യമുണ്ട് പ്രേം. ഇനി ഒരിക്കലും ഞാൻ ദിലീപിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. ശങ്കർ സാറിനോട് പറഞ്ഞോളൂ.